വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 9 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ ആ എപ്പിസോഡിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ലിസ്റ്റഡ് കമ്പനീസിനെയൊക്കെ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഓരോ കമ്പനിയും നമുക്ക് മിഡ് ക്യാപ്പായിട്ടോ ലാർജ് ക്യാപ്പായിട്ടോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പായിട്ടോ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന്. സോ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പം 20,000 crores അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ നമ്മൾ ലാർജ് ക്യാപ്പ് കമ്പനിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പം 5,000 crores മുതൽ 20,000 crores വരെ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ നമ്മളൊരു മിഡ് ക്യാപ്പ് കമ്പനിയായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പം 5,000 crores താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനി ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ലാർജ് ക്യാപ്പിനെയും മിഡ് ക്യാപ്പിനെയും അതുപോലെ സ്മോൾ ക്യാപ്പ് കമ്പനികളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 9 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ജനറലായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഇനിയും ലാർജ് ക്യാപ്പ് കമ്പനിയും മിഡ് ക്യാപ്പ് കമ്പനിയും സ്മോൾ ക്യാപ്പ് കമ്പനിയും മാർക്കറ്റിൻ്റെ റെഗുലേറ്ററായ സെബി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സെബി ലാർജ് ക്യാപ്പ് കമ്പനിയും മിഡ് ക്യാപ്പ് കമ്പനിയും സ്മോൾ ക്യാപ്പ് കമ്പനിയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനീസിനെയും അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് സോർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 100 കമ്പനീസിനെയാണ് സെബി ലാർജ് ക്യാപ്പ് കമ്പനിയായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ 101 മുതൽ 250 വരെയുള്ള കമ്പനീസിനെ സെബി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മിഡ് ക്യാപ്പ് കമ്പനിയായിട്ടുമാണ്. ഇനി അതുപോലെ 251 മുതൽ താഴോട്ടുള്ള ബാക്കിയുള്ള കമ്പനീസിനെയെല്ലാം സെബി കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുമാണ്. നമ്മൾ ഏതൊരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ സെക്ടറോ എടുത്താൽ അതിലെല്ലാം ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയും മിഡ് ക്യാപ്പ് കമ്പനിയും സ്മോൾ ക്യാപ്പ് കമ്പനിയും കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്ക്സിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കമ്പനീസിൻ്റെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചാണ്. സോ അതിൽ ടോപ്പിൽ തന്നെ HDFC ബാങ്കും ICICI ബാങ്കും കൊട്ടാക് മഹീന്ദ്ര ബാങ്കും ഒക്കെ ഉണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ധനലക്ഷ്മി ബാങ്കും കർണാടക ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കും ഒക്കെ ഉണ്ട്. സോ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ സ്മോൾ ക്യാപ്പ് കമ്പനിയും ഉണ്ട്, ലാർജ് ക്യാപ്പ് കമ്പനിയും ഉണ്ട്, മിഡ് ക്യാപ്പ് കമ്പനിയും ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ ഏത് സെക്ടർ എടുത്താലും അതിപ്പം റിയൽ എസ്റ്റേറ്റ് ആയാലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും സിമെൻ്റ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും അതിലെല്ലാം ഇതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് കമ്പനിയും മിഡ് ക്യാപ്പ് കമ്പനിയും സ്മോൾ ക്യാപ്പ് കമ്പനിയും കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ലിസ്റ്റഡ് കമ്പനീസിനെ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ ക്ലാസിഫിക്കേഷനാണ്. ഒരു ഇൻവെസ്റ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് അവരുടെ ട്രാക്ക് റെക്കോർഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലിസ്റ്റിൽ തന്നെ HDFC ബാങ്കിൻ്റെയും ICICIയുടെയും അതുപോലെ കൊട്ടാക്കിൻ്റെയും ആക്സിസിൻ്റെയും ഒക്കെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. പക്ഷേ അതുപോലൊരു ട്രാക്ക് റെക്കോർഡല്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും കർണാടക ബാങ്കിൻ്റെയും ധനലക്ഷ്മി ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും ഒക്കെ. സോ ഈ സ്റ്റോക്കുകളുടെ ഒക്കെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും HDFC ബാങ്കിൻ്റെയും ICICIയുടെയും അല്ലെങ്കിൽ കൊട്ടാക്കിൻ്റെയും ഒക്കെ പ്രോഫിറ്റ് ഗ്രോത്തും അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഇപ്പം ഫെഡറൽ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയോ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ കുറച്ച് ക്വാർട്ടേഴ്സിൽ പ്രോഫിറ്റും കാണിക്കും, അത് കഴിഞ്ഞ് കുറച്ച് ക്വാർട്ടറിൽ പിന്നെ അവർ ലോസും ആയിരിക്കും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ട്രാക്ക് റെക്കോർഡ് അപ്പോൾ അവിടെ സ്ട്രോങ് അല്ല അല്ലെങ്കിൽ അത് റിലയബിൾ അല്ല എന്നാണ് അതിനർത്ഥം. ഇനി ഇത് ബാങ്ക്സിൻ്റെ കേസ് മാത്രമല്ല, നിങ്ങൾ സെൻസെക്സ് കമ്പനീസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിൻ്റെ എല്ലാം ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഷ്യൻ പെയിൻറ്റ്സും ആക്സിസ് ബാങ്കും അതുപോലെ ബജാജ് ഫിനാൻസും ബജാജ് ഓട്ടോയും ഭാരതി എയർടെലും HCL ടെക്കും HDFC ബാങ്ക് HUL ICICI ബാങ്ക് ഈ കമ്പനീസ് എല്ലാം ലാർജ് ക്യാപ്പ് കമ്പനീസ് ആണ്. ഇതിൻ്റെ എല്ലാം ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങുമാണ്. ഇനിയും നമ്മളൊരു മിഡ് ക്യാപ്പിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം മിഡ് ക്യാപ്പ് കമ്പനീസാണ്. ഇതിൻ്റെ എല്ലാം ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാർജ് ക്യാപ്പിൽ തോന്നുന്ന ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ നമുക്ക് ഈ മിഡ് ക്യാപ്പിൽ തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനീസിൻ്റെ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറവാണ്. അതായത് ഈ കമ്പനീസിൻ്റെയൊക്കെ P മൾട്ടിപ്പിൾ ലാർജ് ക്യാപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറവായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതിലും എക്സെപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആ എക്സെപ്ഷൻസിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ തന്നെയാണ് ഫ്യൂച്ചറിൽ. ആ ഒരു പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ധനലക്ഷ്മി ബാങ്കിൻ്റെയും ഒക്കെ P മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും താഴ്ന്നു തന്നെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ സ്മോൾ ക്യാപ്പ് കമ്പനീസിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കമ്പനീസിലും നമുക്കുള്ള ട്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. സോ ഈ കമ്പനീസിനെയൊക്കെ ശരിക്കും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഈ കമ്പനീസിൽ ഏത് കമ്പനിയിലാണ് നമ്മൾ നമ്മുടെ എൻറ്റയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പം ഒരു സ്മോൾ ക്യാപ്പിലാണോ മിഡ് ക്യാപ്പിലാണോ അതോ ലാർജ് ക്യാപ്പിലായിരിക്കും നമുക്ക് കൂടുതൽ ട്രസ്റ്റ് വരുന്നത് നമ്മളുടെ എൻറ്റയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ തന്നെയാണ് ഈ കമ്പനീസിനൊക്കെ ശരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിവിഡൻസ് ആണ്. ലാർജ് ക്യാപ്പ് കമ്പനീസിൻ്റെയും മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെയും സ്മോൾ ക്യാപ്പ് കമ്പനീസിൻ്റെയും ഡിവിഡൻഡ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാർജ് ക്യാപ്പ് കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും.
അതായത് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിവിഡൻസ് പേ ചെയ്യുന്ന കമ്പനീസ് ആകാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ മിഡ് ക്യാപ്പിലോട്ടും സ്മോൾ ക്യാപ്പിലോട്ടും വരുമ്പോഴത്തേക്ക് ചിലപ്പം ഡിവിഡൻസിൽ അത്ര കൺസിസ്റ്റൻസി കാണത്തില്ല. പക്ഷേ ഈ കേസിൽ ഞാനിപ്പം കാണിച്ചിരിക്കുന്നത് ബാങ്കുകളുടെ ലിസ്റ്റാണ്. പക്ഷേ ബാങ്കിൻ്റെ കേസിൽ മാത്രം ഡിവിഡൻസിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചിലപ്പം സ്മോൾ ക്യാപ്പ് കമ്പനീസിനായിരിക്കാം ചിലപ്പം കൂടുതൽ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സ് എല്ലാം ഷെയർ ഹോൾഡേഴ്സിന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ലാർജ് ക്യാപ്പ് കമ്പനീസ് ആണെങ്കിൽ അവർ അവരുടെ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാറുമാണ് പതിവ്. സോ നിങ്ങൾ HDFCയുടെയും അതുപോലെ കൊട്ടാക്കിൻ്റെയും ഒക്കെ ഡിവിഡൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1% താഴെയും കണ്ടുള്ളൂ, അതായത് അവരുടെ ഡിവിഡൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും ഒക്കെ ഡിവിഡൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ 3%, 7% ഒക്കെ വരെ വന്നിട്ടുണ്ട്. അതുപോലെ ഇനിയും നമ്മൾ IT കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് IT കമ്പനീസ് എന്ന് പറഞ്ഞാൽ TCSും ഇൻഫോസിസും വിപ്രോയും HCL ടെക്കും ടെക് മഹീന്ദ്രയൊക്കെയാണ്. ഇവരുടെയൊക്കെ ഡിവിഡൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിലും ഡിവിഡൻറ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനീസാണ്. പക്ഷേ ഈ ലിസ്റ്റിൽ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടിട്ടുകൂടെ ഇല്ലാത്ത കമ്പനീസിൻ്റെ പേരുകളാണ് ഏറ്റവും താഴെ കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കമ്പനീസിൻ്റെയൊക്കെ ഡിവിഡൻ ഹിസ്റ്ററി എങ്ങനെയാണെന്നോ അത് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും ഇവരുടെ ഡിവിഡൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടറാണ്. നമ്മൾ ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് വന്നേക്കാവുന്ന റിസ്ക്കും അതുപോലെ നമ്മളൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വന്നേക്കാവുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ഇപ്പം ഈ ലിസ്റ്റിൽ തന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു HDFCയും ICICIയും കൊട്ടാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് കമ്പനീസാണ്. പക്ഷേ സൗത്ത് ഇന്ത്യൻ ബാങ്കും ധനലക്ഷ്മി ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് സ്മോൾ ക്യാപ്പ് കമ്പനിയുമാണ്. സോ ഈ ലിസ്റ്റിൽ നമ്മൾ ഏത് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസ്ക് എന്നുള്ളതാണ് അടുത്ത ഫാക്ടർ. സോ ഇതിൽ ഒബ്വിയസ്ലി HDFCയിലും കൊട്ടാക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ കുറവാണ്. ഇനി ആ റിസ്ക് എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇതിൽ ഏത് കമ്പനിയാണ് നമുക്കൊരു 20 വർഷം കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ ചാൻസ് ഉള്ളതെന്ന് ആലോചിച്ചാൽ മതി. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി 10-20 വർഷമായിട്ടുള്ള ബാങ്കുകളാണ് HDFCയും ICICIയും കൊട്ടാക്കൊക്കെ. സോ ഈ ബാങ്കിനുള്ള ട്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്ക് കാണണമെന്നില്ല. ഇനിയും ബാങ്കുകളുടെ കേസിൽ ഇത് അത്ര റെലവൻ്റ് ആയിരിക്കത്തില്ല. കാരണം ഇന്ത്യയിൽ ബാങ്കിൻ്റെ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ത്യയിലെ മിക്ക ബാങ്കുകളും ഓരോ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്തപ്പോഴും അവരെ വേറെ ബാങ്കുകളുമായിട്ട് RBI മെർജ് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ ആ ബാങ്കുകളൊന്നും ബാങ്ക്രപ്റ്റായി പോയിട്ടില്ല. ഇനി ഇതേ കാര്യം തന്നെ നിങ്ങൾ സെൻസെക്സ് കമ്പനീസിനെയും അതുപോലെ സ്മോൾ ക്യാപ്പ് കമ്പനീസിനെയും കൂടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ സെൻസെക്സ് കമ്പനീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. കാരണം ആ കമ്പനീസിൻ്റെ എല്ലാം പേര് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കുറേ വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്ന കമ്പനീസൊക്കെ തന്നെയാണ്. ഇത് ഒരു 20 വർഷം അല്ലെ 10 വർഷം കഴിഞ്ഞാലും കാണുമെന്നുള്ളത്. പക്ഷേ നമ്മുടെ സ്മോൾ ക്യാപ്പിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. കാരണം ഈ കമ്പനീസൊക്കെ ചിലപ്പം നമ്മൾ കേട്ടിട്ട് അധികം നാളായിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞാലും ഇവർ മാർക്കറ്റിൽ കാണുമോ അതോ വലിയ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ട് ഇവരെ ബീറ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി നമുക്ക് കാണും. പക്ഷേ ആ ഒരു പ്രശ്നം നമുക്ക് ലാർജ് ക്യാപ്പിൽ അധികം ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അതിനർത്ഥം ലാർജ് ക്യാപ്പ് കമ്പനീസ് ഫെയിൽ ആകില്ല എന്നുമല്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും യെസ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ലാർജ് ക്യാപ്പ് കമ്പനി തന്നെയാണ്. പക്ഷേ ആ ബാങ്കൊക്കെ മൾട്ടിപ്പിൾ ക്രൈസിസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ JP അസോസിയേറ്റും യൂണിടെക്കും സുസ്ലോൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ലാർജ് ക്യാപ്പ് കമ്പനി തന്നെയായിരുന്നു. അതായത് ഈ കമ്പനീസ് എല്ലാം തന്നെയും സെൻസെക്സിലും നിഫ്റ്റിയിലൊക്കെ ഉണ്ടായിരുന്ന കമ്പനീസ് തന്നെയാണ്. പക്ഷേ ആ കമ്പനീസും ഫെയിലായിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റിയാണ്. അതായത് ഓരോ ദിവസവും ഈ സ്മോൾ ക്യാപ്പ് കമ്പനിയും ലാർജ് ക്യാപ്പ് കമ്പനിയും അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് കമ്പനിയുടെയും ഡെയിലി മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് വോളറ്റിലിറ്റി സൂചിപ്പിക്കുന്നത്. അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പം കാണാൻ പറ്റും HDFCയും ICICIയും കൊട്ടാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു നോർമൽ മാർക്കറ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മൂവ്മെൻറ്റ് കാണിക്കത്തില്ലായിരിക്കും. ചിലപ്പോൾ 1%, 2%, 5% അങ്ങേയറ്റം പ്ലസ് ഓർ മൈനസ് ആയിരിക്കും കാണുന്നത്. പക്ഷേ അതേപോലെയല്ല ഫെഡറൽ ബാങ്കിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ ഒരു വലിയ ഒരു നെഗറ്റീവ് റിസൾട്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ 20% ഒക്കെ ആയിരിക്കും സ്റ്റോക്ക് താഴെ പോകുന്നത്. പക്ഷേ അതേപോലൊരു വോളറ്റിലിറ്റി വലിയൊരു ബാങ്ക് ഫേസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനീസ് ഫേസ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലാർജ് ക്യാപ്പ് കമ്പനിക്ക് അതുപോലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അതുപോലൊരു മൂവ്മെൻറ്റ് ആ സ്റ്റോക്കുകളൊക്കെ ഫേസ് ചെയ്യത്തുള്ളൂ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കമ്പനിയുടെയും സ്റ്റോക്ക് എത്ര ഈസി ആയിട്ട് വാങ്ങിക്കാനും വിൽക്കാനും പറ്റുമെന്നുള്ളതാണ്. ഇനി ഈ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും HDFCയും ICICIയും കൊട്ടാക്കിൻ്റെ ഒക്കെ ഷെയർസ് നമുക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഭയങ്കര ഈസിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആക്സിസ് ബാങ്കിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 709 റുപ്പീസാണ്.
സോ ആക്സിസ് ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനോ വിൽക്കാനോ ഇപ്പോൾ നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് 709 രൂപയ്ക്ക് നിങ്ങൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഡർ അന്നേരം തന്നെ എക്സിക്യൂട്ട് ആകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൻ്റെ അകത്ത് ഇപ്പം സൗത്ത് ഇന്ത്യൻ ബാങ്ക് നോക്കുകയാണ്, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10.74 റുപ്പീസാണ്. പക്ഷേ മാർക്കറ്റ് പ്രൈസ് 10.74 റുപ്പീസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ് 10.74 റുപ്പീസിന് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിലും ആ ഓർഡർ ചിലപ്പോൾ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. കാരണം അതിന് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുറവാണ്. അതായത് ഈ സ്റ്റോക്കൊന്നും അധികം ട്രേഡിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അധികം ബയേഴ്സിനെ സെല്ലേഴ്സിനെ ഈസിയായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല എന്നാണ് അതിനർത്ഥം. ഈ സ്മോൾ ക്യാപ് കമ്പനീസിൻ്റെയും മിഡ് ക്യാപ് കമ്പനീസിൻ്റെയും ഒക്കെ വോളറ്റിലിറ്റി കൂടാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിക്വിഡിറ്റി തന്നെയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വാല്യൂഷൻ ആണ്. വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റോക്കിൻ്റെയും പി മൾട്ടിപ്പിളാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ HDFC ബാങ്കിൻ്റെ ഒക്കെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 30 ടൈംസോ 35 ടൈംസോ ആണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ലാർജ് ക്യാപ്പിൽ നിന്നും സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോഴത്തേക്ക് പി മൾട്ടിപ്പിൾ കുറഞ്ഞു വരും. ഇപ്പം ധനലക്ഷ്മി ബാങ്കിൻ്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒക്കെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 10 ടൈംസോ 15 ടൈംസോ കാണത്തുള്ളൂ. അതിനർത്ഥം ലാർജ് ക്യാപ് കമ്പനീസിന് ഇൻവെസ്റ്റേഴ്സ് ഒരു പ്രീമിയം പ്രൈസ് പേ ചെയ്യാൻ റെഡിയാണെന്നാണ് അതിനർത്ഥം. അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് FMCG സ്റ്റോക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒക്കെ പി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 50-60 ടൈംസ് ഒക്കെയാണ്. അതായത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഒരു വർഷത്തെ പ്രോഫിറ്റിൻ്റെ 50-60 ടൈംസ് ആണ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ITC ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ 25 ടൈംസോ 20 ടൈംസോ ഒക്കെ ഉള്ളൂ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അവരുടെ ലൈഫ് ടൈമിൽ ITC ജനറേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതാണ്. കാരണം അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ITCക്കാളും കുറച്ചും കൂടെ സേഫ് ആണെന്നാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ് കമ്പനിയുടെയും മിഡ് ക്യാപ് കമ്പനികളുടെയും അതുപോലെ ലാർജ് ക്യാപ് കമ്പനികളുടെയും ഗ്രോത്ത് പൊട്ടൻഷ്യലാണ്. സ്മോൾ ക്യാപ് കമ്പനികളുടെയും മിഡ് ക്യാപ് കമ്പനികളുടെയും ലാർജ് ക്യാപ് കമ്പനികളുടെയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ മിക്ക കേസിലും ലാർജ് ക്യാപ് കമ്പനികളുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിനേക്കാളും സ്മോൾ ക്യാപ്പിനേക്കാളും കുറവായിരിക്കും. കാരണം ആ കമ്പനീസൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞ കമ്പനികളാണ്. സോ അവർക്ക് പിന്നെയും എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല ഒരു സ്മോൾ ക്യാപ് കമ്പനിയോ അല്ലെങ്കിൽ മിഡ് ക്യാപ് കമ്പനിയുടെയോ കാര്യം എന്ന് പറഞ്ഞാൽ. അവർക്ക് ചിലപ്പം മാർക്കറ്റിൽ പുതിയതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇനി കൂടുതൽ മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ കൂടുതൽ കോൺട്രാക്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ലാർജ് ക്യാപ് കമ്പനിയേക്കാളും കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇന്ത്യയിലെ IT കമ്പനീസിനെ എല്ലാം അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് സോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ടോപ്പിലെന്ന് പറഞ്ഞാൽ TCSും ഇൻഫോസിസും വിപ്രോയും HCL ടെക്കും ടെക് മഹീന്ദ്രയൊക്കെയാണ്. ഈ ടോപ്പ് 5 IT കമ്പനീസിൽ ഏറ്റവും റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്ര ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 2006 അവർ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു വലിയ കോൺട്രാക്റ്റും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവരുടെ സ്റ്റോക്ക് പ്രൈസ് 6 മാസം കൊണ്ട് 3 ഇരട്ടിയോ 4 ഇരട്ടിയോ പെട്ടെന്ന് കയറിയായിരുന്നു. കാരണം അന്നത്തെ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 10,000 ക്രോഴ്സിൽ താഴെ ഉള്ളായിരുന്നു. സോ 10,000 ക്രോഴ്സിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനിക്ക് ഒരു 10,000 ക്രോറിൻ്റെ കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ അവരുടെ സ്റ്റോക്ക് പ്രൈസ് എന്തായാലും സൂം ചെയ്യും. പക്ഷേ ഇപ്പോഴാണ് ആ കോൺട്രാക്റ്റ് ടെക് മഹീന്ദ്രയ്ക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു 3 ഇരട്ടി 4 ഇരട്ടിയൊന്നും അവരുടെ സ്റ്റോക്ക് പ്രൈസ് കയറത്തില്ല. ചിലപ്പോൾ ഒരു 20% കയറുമായിരിക്കാം. പക്ഷേ അതേപോലെയല്ല ഇനിയും ഒരു സ്മോൾ ക്യാപ് കമ്പനിക്ക് അതുപോലെ ഒരു വലിയ കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും താഴെ കിടക്കുന്ന IT കമ്പനി ആണെങ്കിൽ ചിലപ്പം അവർക്ക് ഒരു വലിയൊരു കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിൽ അവരുടെ സ്റ്റോക്ക് പ്രൈസ് ചിലപ്പം ഒരു വർഷം കൊണ്ട് തന്നെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ ആയേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്മോൾ ക്യാപ് കമ്പനിയുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാർജ് ക്യാപ് കമ്പനിയേക്കാളും കൂടുതലാണ്. പക്ഷേ അതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ കൂടുതലാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് L&T എന്ന് പറഞ്ഞാൽ. L&T എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 2.25 lakh crores വരും. അതുപോലെ അവരുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12,000 crores വരും. സോ ഇവർക്കിപ്പോൾ ഒരു 1,000 crores പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റ് കിട്ടുകയാണെങ്കിലും അവരുടെ സ്റ്റോക്ക് പ്രൈസ് വലുതായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഇവർ 12,000 crores പ്രോഫിറ്റ്സ് ഓരോ വർഷം ഉണ്ടാക്കുന്നുണ്ട്. സോ ഒരു 1,000 crores കൂടെ അവരുടെ പ്രോഫിറ്റ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 10% അറൗണ്ടേ അവരുടെ പ്രോഫിറ്റ്സിലോട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. സോ സ്റ്റോക്ക് പ്രൈസ് ചിലപ്പോൾ ഒരു 5% 10% കയറുമായിരിക്കും. പക്ഷേ ആ ഒരു കോൺട്രാക്റ്റ് കൊണ്ട് മാത്രം സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ആവത്തില്ല. പക്ഷേ അതേപോലെ ആയിരിക്കത്തില്ല ABC എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് അവരുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ 100 crores ഉള്ളൂ. പക്ഷേ അവർക്കിപ്പോൾ ഒരു 1,000 crores ഒരു കോൺട്രാക്റ്റ് കിട്ടുകയാണ്, അവർ അതിൽ നിന്നൊരു 200 crores പ്രോഫിറ്റ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്ത ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ 100 crores നിന്ന് ചിലപ്പോൾ 200 crores അല്ലെങ്കിൽ 300 crores ആയിട്ടൊക്കെ ആയിരിക്കും ജമ്പ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനീസിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടാൻ കാരണം ഇതാണ്. അവരുടെ
ബേസ് എന്ന് പറഞ്ഞാൽ ലോ ആണ് ഇപ്പോഴും. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസും അതുപോലെ കൂടുതൽ ഗ്രോ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പക്ഷേ അതുപോലെ തന്നെ അവർക്ക് റിസ്ക്കും കൂടുതലാണ്. കാരണം അതുപോലൊരു ഡ്രീം കോൺട്രാക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കൂടുതൽ സ്ട്രഗിൾ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ അതേപോലെയല്ല ഒരു ലാർജ് ക്യാപ് കമ്പനിക്ക് അവർക്ക് പുതിയ കോൺട്രാക്റ്റ് ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഗ്രോത്ത് അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ ഗ്രോ ചെയ്ത രീതിയിലായിരിക്കത്തില്ല ഫൈനൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇപ്പോഴവർ ഗ്രോ ചെയ്യാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ ടോപ്പിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.